Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala rasulihil kareem wa ala alihi wa sahbihi ajma'in. Amma ba'du, ittaqullaha ibadallah. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസ 88-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما لكم في المنافقين فئتين والله أركسهم بما كسبوا أتريدون أن تهدوا من أضل الله ومن يضلل الله فلن تجد له سبيلا ودوا لو تكفرون كما كفروا فتكونون سواء فلا تتخذوا منهم أولياء حتى يهاجروا في سبيل الله فإن تولوا فخذوهم وقتلوهم حيث وجدتموهم ولا تتخذوا منهم وليا ولا نصيرا إلا الذين يصلون إلى قوم بينكم وبينهم ميثاق أو جاءوكم حسرت صدورهم أن يقاتلوكم أو يقاتلوا قومهم ولو شاء الله لسلتهم عليكم فلقاتلوكم ولو شاء الله لسلطهم عليكم فلقاتلوكم فإن اعتزلوكم فلم يقاتلوكم وألقوا إليكم السلم فما جعل الله لكم عليهم سبيلا. കപടവിശ്വാസികളുമായുള്ള വിശ്വാസികളുടെ നിലപാടിനെ കുറിച്ചാണ് ഈ പാരഗ്രാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എന്തിനും സന്നദ്ധരും തയ്യാറുമായി വന്നിരുന്ന സംഘങ്ങൾ പല ഗോത്രങ്ങളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു. എന്നാൽ പരിപൂർണമായും വിശ്വാസം ഉൾക്കൊള്ളാതെ വിശ്വാസികൾ അനുഷ്ഠിക്കുന്ന ബാഹ്യമായ ആരാധനാനുഷ്ഠാന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് കൂടെ കൂടിയിരുന്ന ദുർബല വിശ്വാസികളായ ആളുകളും പല ഭാഗങ്ങളിൽ നിന്നും വന്നവരിലുണ്ടായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ ഹിജ്റ എന്നുള്ളത് ശരിക്ക് ഓരോ വ്യക്തിയുടെയും ഈമാനിനെ അളക്കാനുള്ള ഒരു അളവുകോലായി തന്നെ വർത്തിക്കുകയുണ്ടായി. സ്വന്തം കുടുംബവും സ്വന്തം സമ്പത്തും ബന്ധുമിത്രാദികളും ജനിച്ചു വളർന്ന പ്രിയപ്പെട്ട നാടുമൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസൃതമായി പരലോകത്തെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് റസൂലിൻ്റെ കൂടെ ഹിജ്റ പോയ മുഹാജിറുകളായ സഹാബിവര്യന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്ക് സമാധാനത്തിൻ്റെ ഒരു തുരുത്ത് ലഭിച്ചു
എന്നൊരാശ്വാസം കൂടി ഉണ്ടായിരുന്നു. മദീനയിലെത്തിയതിന് ശേഷം റസൂലുള്ളാഹി ആദ്യമായി ചെയ്തത് അവിടെ പള്ളി ഉണ്ടാക്കുകയും അങ്ങനെ മുസ്ലിങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള, സമാധാനത്തോടുകൂടി കഴിയാനുള്ള ഒരു സങ്കേതം അവിടെ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. റസൂൽ ആദ്യമായി തങ്ങിയ സ്ഥലത്താണ് മസ്ജിദ് ഖുബ പണിതത്. അതിനുശേഷം മദീനയിലെത്തിയതിന് ശേഷം അവിടെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി നിർമ്മിച്ചുകൊണ്ട് അങ്ങനെ യസ്രിബ് എന്ന പ്രദേശം മദീനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ അറിയപ്പെട്ടു. എന്നാൽ മക്കയെപ്പോലെയുള്ള, മക്കയിൽ നിന്നാണല്ലോ ബഹുഭൂരിപക്ഷം ആളുകളും ഹിജ്റ വന്നിട്ടുള്ളത്. മക്കയിൽ നിന്ന് തന്നെ അധികം ആളുകളും റസൂലിൻ്റെ കൂടെ ഹിജ്റ വന്നിട്ടില്ലായിരുന്നു. ചിലർക്ക് ഭൗതികമായ താല്പര്യങ്ങൾ കാരണം അവരുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിന്നിരുന്നു. അങ്ങനെയുള്ള ദുർബല വിശ്വാസികളായ ആളുകളെക്കുറിച്ച് ഉള്ള പരാമർശമാണ് ഈ ആയത്തുകളിലുള്ളത്. ഫമാലക്കും, നിങ്ങൾക്കെന്താണ്, ഫിൽ മുനാഫിഖീന ഫിഅത്തൈൻ, കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ട് വിഭാഗമായി തീർന്നത്. അപ്പോൾ മുസ്ലിങ്ങളിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ടായി. നമ്മളെപ്പോലെ നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഇസ്ലാമിൻ്റെ ഭൗതികമായ മറ്റ് ഭൗതികം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ എല്ലാവർക്കും കാണാവുന്ന വിധത്തിലുള്ള അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകളെ അവർ കൂടെ ഹിജ്റ വന്നിട്ടില്ലെങ്കിലും അവരെയും വിശ്വാസികളായി തന്നെ പരിഗണിക്കണം. മക്കത്തവിടെ നിൽക്കുന്നത് അവരുടേതായ ചില പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം. എന്നാൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, അല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഈമാൻ ദൃഢമായിട്ടുണ്ടെങ്കിൽ റസൂലിൻ്റെ കൂടെ അവർ ഹിജ്റ പോരുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് അവർ രണ്ട് തോണിയിൽ കാലിടുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഖുർആൻ മുനാഫിക്കീങ്ങളെക്കുറിച്ച് പ്രയോഗിച്ചൊരു പദമുണ്ട്, മുദബ്ദബീന ബൈന ദാലിക, ലാ ഇലാഹ ഹൗലാഇ വലാ ഇലാഹ ഹൗലാഇ. രണ്ട് കൂട്ടർക്കിടയിൽ മാടിക്കളിക്കുന്ന ഒരു വിഭാഗം, മുദബ്ദബീന ബൈന ദാലിക, ലാ ഇലാഹ ഹൗലാഇ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരു ഉറച്ചു നിൽക്കുന്നില്ല, വലാ ഇലാഹ ഹൗലാഇ, എന്നാൽ മറ്റേ ടീമിൻ്റെ കൂടെയുമല്ല. തങ്ങളുടെ ഭൗതികമായ നേട്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ആളുകൾ, അവരെ വിശ്വസിക്കാൻ പറ്റില്ല, അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ കൂടെ നിൽക്കുമെന്ന ആ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു നിലപാടെടുക്കാൻ അവരെ കൂട്ടിക്കൊണ്ട് നമുക്ക് പറ്റൂല. അപ്പോൾ ഈ രണ്ട് വിഭാഗം, ഈ രണ്ട് അഭിപ്രായക്കാർ, ഈ രണ്ട് നിലപാടുകാർ വിശ്വാസികളിലുണ്ടായി. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്. ഫമാ ലക്കും ഫിൽ മുനാഫിഖീന ഫിഅത്തൈൻ, കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് രണ്ട് വിഭാഗങ്ങളായി തീർന്നത്. ഫിഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജമാഅത്ത്. ഫിഅത്തുൻ ജമാഅത്തുൻ, ഫിഅത്തൈൻ എന്ന് പറഞ്ഞാൽ ജമാഅത്തൈൻ. കപടവിശ്വാസികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് രണ്ട് നിലപാടുകാരായത്, രണ്ട് കക്ഷികളായത്, വിഭാഗങ്ങളായത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. വല്ലാഹു അർക്കസഹും ബിമാ കസബൂ, അവരുടെ ചെയ്തികൾ നിമിത്തം. കസബ എന്ന് പറഞ്ഞാൽ എന്താ? അവർ സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളാണ്. അവരുടെ ചെയ്തികൾ നിമിത്തം, ചെയ്തി എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന തിന്മകളാണ്, നല്ല കാര്യങ്ങളല്ല. അവർ ചെയ്യുന്ന തിന്മകൾ നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തല തിരിച്ചു വിട്ടിരിക്കുകയാണ്. അർക്കസ യുർക്കിസു എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള അവസ്ഥയിൽ നിന്ന് നേരെ
മറ്റൊരവസ്ഥയിലേക്ക് മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർ മുശ്രിക്കുകളുടെ കൂടെ കൂടി ശിർക്ക്പരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിലൊക്കെ മുശ്രിക്കുകളുടെ കൂടെ അവർ കൂട്ടുകൂടുകയും ചെയ്യുന്നുണ്ട്. എന്നാലോ അവർ ഖുർആൻ ഓതുന്നുണ്ട്, അവർ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് കാലത്ത് അവർ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യക്ഷത്തിൽ ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുകയും എന്നാൽ ശിർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലുള്ള സംഗതികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് ഒരു വിഭാഗം മുസ്ലിങ്ങൾക്ക് അവരതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവർ മുസ്ലിങ്ങളായി അംഗീകരിക്കണം. എന്നാൽ ഒരു വിഭാഗം എന്ത് പറഞ്ഞു? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് ഈ രണ്ട് വിഭാഗമായി എന്ന് പറഞ്ഞത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും സംശയാസ്പദമായ നിലപാടെടുക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറ ഹുജറാത്തിൽ പറയുന്നുണ്ട് ആരാണ് മുഅ്മിനുകൾ, യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്ന് പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. ഈമാൻ എന്ത് ചെയ്യണം? സത്യസന്ധമായ ഈമാനാകണം, നിഷ്കപടമായ നിഷ്കളങ്കമായ ഈമാനാകണം. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ ആരാണ് എന്നല്ല പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂൻ, ഇവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അവർ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ തിരുദൂതരിലും വിശ്വസിച്ചിരിക്കുന്നു. സുമ്മ ലം യർതാബു, പിന്നീട് ഈ കാര്യങ്ങളിൽ അവർക്കൊരു സംശയവും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. അള്ളാഹിൻ്റെ റസൂൽ എന്തെങ്കിലും ഒരു കാര്യം അവരോട് നിർദ്ദേശിച്ചാൽ അതവർ നടപ്പിലാക്കിയിരിക്കും. അതുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോരണം എന്ന് പറഞ്ഞാൽ അവർ പോന്നിരിക്കും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭൗതിക താല്പര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ എങ്ങനെ ചുറ്റിപ്പറ്റി കഴിയുന്നവരല്ല. മക്കയിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ നിന്നു. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സുമ്മലം യർതാബു, ആ കാര്യത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? സംശയം ഉണ്ടാകാൻ പാടില്ല. ഹിജ്റ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്ക് മനുഷ്യനെ എല്ലാം ഒഴിവാക്കി പോരല്ലേ. അപ്പോൾ മുഹാജിരിങ്ങളായി റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ കഥകൾ കണ്ടിട്ടില്ലേ? നാട് വിട്ട് പലായനം. ഇപ്പം രാജ്യത്തിന് നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ പലായനം ചെയ്തു പോകുന്നുണ്ട്. ഇസ്രായേലിൽ ഫലസ്തീനിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഫലസ്തീനികളായ ആളുകൾക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്യാണ്? നാട് വിട്ട് പോവുകയാണ്. പല രാഷ്ട്രീയ കാരണങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം, സാമൂഹ്യ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ അവർ വധിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും ഉന്മൂലനാശം ചെയ്യപ്പെടുന്നതും അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രമാണ്, മുസ്ലിങ്ങളായി എന്നതിൻ്റെ പേരിൽ മാത്രമാണ് വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് കാലഘട്ടത്തിലുണ്ടായിരുന്നൊരു രീതിയായിരുന്നു ശത്രുക്കൾ മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും സ്വീകരിച്ച ഒരു രീതി ഇതായിരുന്നു. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനും പ്രതാപശാലിയുമായ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു എന്ന ഒരു ഒരു തെറ്റല്ലാതെ, അത് തെറ്റാണെങ്കിൽ അവർ ചെയ്തിട്ടില്ല. വേറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വലിയ അഗ്നികുണ്ഡങ്ങൾ ഒരുക്കി അതിലേക്ക് ആളുകളെ വലിച്ചെറിഞ്ഞ് ചുട്ടുകരിച്ച് കൊന്ന ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഖുർആൻ ഈ കാര്യം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നമുക്ക് ഹിജ്റ അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയെ അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തെ ശിരസാവഹിച്ചുകൊണ്ട് അവർ നിർവഹിച്ച വലിയൊരു ത്യാഗം തന്നെയാണ് ഹിജ്റ. അന്ന് ഹിജ്റ അങ്ങനെ കൽപ്പന ഉണ്ടെങ്കിൽ ഹിജ്റ പോവുക തന്നെ വേണം. അങ്ങനെയുള്ള ഒരാളാണ് യഥാർത്ഥ മുഅ്മിനും മുസ്ലിമുമായി തീരുന്നത്. ഹിജ്റ വന്ന ആളുകളോട് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിഷ്കളങ്കമായ നിയ്യത്തോടു കൂടിയായിരിക്കണം ഹിജ്റ പുറപ്പെടേണ്ടത്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ തൻ്റെ പ്രഥമ ഹദീസിൽ തന്നെ, സ്വഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാൽ ആദ്യം കാണുന്ന ഹദീസ് തന്നെ ഏതാണെന്നോ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹ് സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി അനുസരിച്ചാണ്. നിയ്യത്ത്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, എല്ലാ മനുഷ്യനും ലഭിക്കുന്നത് അവൻ്റെ ഉദ്ദേശത്തിൻ്റെ പ്രതിഫലമാണ്. അമല് ബാഹ്യമായിട്ട് പലതും മനുഷ്യൻ കാട്ടിക്കൂട്ടുണ്ടാവും. ഉള്ളെന്താണെന്ന് നമുക്കറിയാം. അതാർക്കേ അറിയുള്ളൂ? പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. വഇന്നമാ ലികുല്ലി ഇംറിഇൻ, നിശ്ചയമായും ഓരോ മനുഷ്യനുമുള്ളത് അവൻ ഉദ്ദേശിച്ചത് മാത്രമാണെന്ന്. മാ നവാ, അവൻ നിയ്യത്ത് വെച്ചത്, ഉദ്ദേശിച്ചത് ഏത് കാര്യം ചെയ്യുമ്പോൾ. എന്നിട്ട് റസൂലിൻ്റെ കൂടെ നോക്കൂ നിങ്ങൾ, സമ്പാദ്യവും വീടും ബന്ധുമിത്രാദികളെയും കച്ചവടവും ബിസിനസ്സും ഒക്കെ മക്കയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും ഭാണ്ഡത്തിൽ കെട്ടി കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കാൽനടയായും നിങ്ങൾ ഹിജ്റ പോകണമെന്ന് പറഞ്ഞപ്പോൾ റസൂലിൻ്റെ കൂടെ ഹിജ്റ പോയ ആ സഹാബിമാരോട് പോലും നബി പറഞ്ഞെന്താണെന്നോ, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. നിങ്ങളിപ്പോൾ ഹിജ്റ പോകുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, പ്രവാചക നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടും. പ്രവാചകൻ്റെ കൽപ്പനയെ അനുസരിച്ച കൂലി നിങ്ങൾക്ക് കിട്ടും. നിയത്ത് ശരിയാക്കാൻ വേണ്ടി നബി പറയണം, മുഹാജിറിങ്ങളോടായി പറയുന്നത്, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയൻ യുസീബുഹാ അവ ഇംറഅതൻ യൻകിഹുഹാ. ദുന്യവിയായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഹിജ്റ പോകുന്നതെങ്കിൽ, മദീനയിൽ ചെന്നാൽ നല്ല ബിസിനസ്സിന് സാധ്യത ഉണ്ട്. മക്കൻ്റെ മാതിരിയല്ല, അവിടെ ഒരു ബിസിനസ് ഹബ്ബാണ്. ഏത്? മദീന. കച്ചവടം കുറച്ചും കൂടി ഒന്ന് വ്യാപിപ്പിക്കാം, ഒന്ന് പുഷ്ടിപ്പെടുത്താം എന്നൊക്കെ ദുന്യവിയായ നിങ്ങത്ത് വല്ലതുണ്ടോ? അവ ഇംറഅതൻ യൻകിഹുഹ, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ വിചാരിച്ച പെണ്ണ് അതാ മുഹാജിറാത്തുകളായി പോവുകയാണ്. ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? പോലെ കൂടെ ഹിജ്റ പോയി അവിടുന്ന് കല്യാണം കഴിക്കാം, നിക്കാഹ് ചെയ്യാം. അല്ലെങ്കിൽ മദീനയിലെത്തിയാൽ അവിടെയുണ്ട് പെണ്ണുങ്ങൾ നല്ലോണം, അവിടുന്നും വിവാഹിതനായി സുഖമായി ജീവിക്കാം. നോക്കണം നിങ്ങൾ, വിവാഹം ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിലൊരു തെറ്റായ കാര്യമാണ്. ബിസിനസ് നടത്തുക, കച്ചവടം നടത്തുക, ജീവിതായോധന മാർഗത്തിന് വേണ്ടി ഏർപ്പാടുകൾ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിലെ തെറ്റായൊരു കാര്യമാണോ? പക്ഷെ നിങ്ങളെ ഹിജ്റ എന്തിനാകരുത്? ആ ഒരു നിയ്യത്തിനാകരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്തിനു വേണ്ടിയാണോ ഹിജ്റ പോയിട്ടുള്ളത് ആ ഉദ്ദേശത്തിൻ്റെ പ്രതിഫലം അവന് ഉണ്ടാകും. അവിടെ ബിസിനസ് ശരി തന്നെയാണ്, ബിസിനസ് ചെയ്ത് ജീവിക്കാം. അവിടെ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് നല്ല ദാമ്പത്യ ജീവിതം, വൈവാഹിക ജീവിതം നയിച്ച് മുന്നോട്ട് പോകാം. പക്ഷെ എന്തില്ല? പഠിച്ചവൻ്റെ അരികിൽ നിന്നുള്ള കൂലി ഹിജ്റക്കില്ല. അതുകൊണ്ടാണ് മക്കയിൽ തന്നെ തങ്ങിയ ആളുകൾ എന്നാൽ ബാഹ്യമായി നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, മറ്റു കാര്യം കണ്ട് തിരക്കേടൊന്നുമില്ല. അതോടൊപ്പം തന്നെ മുശ്രിക്കുകളോടൊപ്പം കൂടുന്നുണ്ട്. അവരുടെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഒരു അടുത്തുനിന്ന് നേർച്ചക്കും മറ്റൊക്കെ പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള നിലപാടെടുത്ത ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ എത്ര രണ്ട് വീക്ഷണക്കാരായി. അതാ പറയുന്നത്, ഫമാലക്കും ഫിൽ മുനാഫിഖീന ഫിഅതൈനി വല്ലാഹു അർകസഹും ബിമാ കസബു. അള്ളാഹു അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന തിന്മ കാരണം, തെറ്റ് കാരണം അവരെ തലതിരിച്ചു വിട്ടിരിക്കുന്നു. തലകുത്തനെയാക്കി എന്നുള്ള പ്രയോഗം സൂറ മുൽക്കിൽ വരുന്നുണ്ട്. അഫമൻ യംശി മുഖിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. അല്ലേ? അഫമൻ യംശി മുഖിബ്ബൻ അലാ വജ്ഹിഹി,
അക്കബ്ബ അലാ വജിഹിഹി എന്ന് പറഞ്ഞാൽ തല കുത്തനെ നിൽക്കുക. ഈ സർക്കസുകാരൊക്കെ ചില പരിപാടികൾ നടത്തുന്നില്ലേ, രണ്ട് കൈ കാലാണ് ശരിക്ക് അടിയിൽ വരേണ്ടത്. ഒരു സർക്കസ് കാണിക്കുമ്പോൾ എന്താ ചെയ്യുക, അതാണ് അർക്കസ എന്ന് പറഞ്ഞത്. അർക്കസ എന്ന് പറഞ്ഞാൽ കൈമ കുത്തി കാല് പൊക്കിയിട്ട് നടക്കുക, തല കുത്തനെ നടക്കുക. ശരിക്കും അങ്ങനെ നടക്കാൻ കഴിയും? കുറച്ച് നേരമല്ല അങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ. അതാണ് മുഖിബൻ അലാ വജ്ഹിഹി, മുഖം കുത്തി നടക്കുന്നവൻ. അങ്ങനെ നടക്കുന്നവനാണോ അഹ്ദാ, നേരായ സഞ്ചാരം നിർവഹിക്കുന്നവൻ. അമ്മയംഷി, കേട്ടോ അതല്ലേ, അമ്മയംഷി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിലൂടെ നേർക്കുനേരെ നടക്കുന്നവനാണോ യഥാർത്ഥ നടത്തക്കാരൻ, അതല്ല തല കുത്തനെ നടക്കുന്നവനാണോ യഥാർത്ഥ നടത്തക്കാരെന്നാണ് പഠിച്ചോന്ന് ചോദിക്കുന്നത്. അതാണ് അർക്കസ. അവർ ശരിക്ക് തല കുത്തനെ നടക്കുകയാണ്. ആര്? മുനാഫിഖീങ്ങൾ, കപട വിശ്വാസികൾ. അപ്പോൾ ഈമാൻ ശരിയായാലേ എല്ലാം ശരിയാകുള്ളൂ, നടത്തം വരെ. ഇവിടെ നോക്കൂ, എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്നത് അതുരീദൂന അൻ തഹ്ദൂ മൻ അളല്ലല്ലാഹ്, അതുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ, അൻ തഹ്ദൂ മൻ അളല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിപിഴപ്പിച്ചവരെ നേർവഴിയിലാക്കാൻ, ഹിദായത്തിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണോ? അല്ലാഹു വഴിപിഴപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർ വഴി തെറ്റിപ്പോയത് കൊണ്ട് എന്ത് ചെയ്തു, അവർ വഴിപിഴച്ചവരായി എന്നുള്ളതാണ്. അള്ളാഹ് വഴിപിഴപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആർക്കെങ്കിലും വഴിപിഴപ്പിക്കണമെന്നുണ്ടോ? ഇല്ല. അവർ വഴിപിഴച്ച മാർഗത്തിലൂടെ പോയത് കൊണ്ടാണെന്ത് അങ്ങനെയായിത്തീർന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ അവരെ ഹിദായത്തിലാക്കാൻ? അതുരീദൂന അൻ തഹ്ദൂ മൻ അളല്ലല്ലാഹ്. അപ്പോൾ ഏത് നിലപാടുകാരെയാണ് ഈ വരിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശിക്കുന്നത്? അവരങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും അവർ മുനാഫിക്കുകളല്ല, അവർ നമ്മളെ കൂടെ തന്നെയാണ്, അവരവഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരെ. അതാണ് അതുരീദൂന അൻ തഹ്ദൂ മൻ അളല്ലല്ലാഹ് വമൻ യുളിലില്ലാഹു ഫലൻ തജിദ ലഹു സബീലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും വഴികേടിലാക്കുകയാണെങ്കിൽ ഫലൻ തജിദ ലഹു, പിന്നീട് ഒരിക്കലും നിനക്ക് അവന് ലഭിച്ചതായി കാണാൻ കഴിയില്ല. സബീല, സന്മാർഗത്തിൻ്റെ വഴി അവന് ലഭിച്ചതായി കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഏതാണ് യഥാർത്ഥ സബീൽ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറ അന്നാമിലെ 153-ാമത്തെ ആയത്തിൽ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ, നിശ്ചയമായും ഇതാകുന്നു എൻ്റെ നേരായ വഴി, മുസ്തഖീമായ വഴി. സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു, അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, ഇത്തിബാ ചെയ്യേണ്ടത്, പിന്തുടരേണ്ടത്. വലാ തത്തബിഉസ് സുബുൽ, മറ്റു വഴികൾ, മാർഗങ്ങൾ നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത്. അപ്പോൾ സത്യമാർഗം എത്ര എണ്ണേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. മറ്റുള്ള വഴികൾ തേടി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടാനോ വിജയം വരിക്കാനോ കഴിയുകയില്ല. ഫതഫറക ബികും അൻ സബീലിഹി. അപ്പോൾ അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് മറ്റു വഴികളൊക്കെ നിങ്ങളെ എന്ത് ചെയ്യും? അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു കളയും. യഥാർത്ഥ മാർഗത്തിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിച്ചു കളയും. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, അവർ ഉദ്ദേശിക്കുന്നത്, ആ കപട വിശ്വാസികൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വദ്ദൂ, അവർ ആഗ്രഹിക്കുന്നു, അവർ കൊതിക്കുന്നു. വദ്ദ യവദ്ദു എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, കൊതിച്ചു. വദ്ദ വദ്ദ വദ്ദു, അവർ കൊതിക്കുന്നത് എന്താണ്? ലൗ തക്ഫുറൂൻ കമാ കഫറൂ, അവർ അവിശ്വസിച്ച പോലെ നിങ്ങളും അവിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്ന് പോലും അവർ കൊതിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ടീമൊക്കെ ഇങ്ങനെ വന്നാൽ തിരക്കേടില്ല എന്നാണ് അവരുടെ ആഗ്രഹം. പിന്നെ അവരെങ്ങനെയാണ് മുസ്ലിങ്ങളാന്ന് പറയാം? അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്നവരും അതേപോലെ തന്നെ
അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ആളുകളും മുസ്ലിങ്ങൾക്ക് ഉപദ്രവവും ദ്രോഹവും ഏത് സമയത്തും വരുത്തും. അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾ എന്താണ് രണ്ട് നിലപാടുകാരായതെന്ന് പഠിച്ചുകൊണ്ട് ചോദ്യം. നിങ്ങൾ അതിൽ എന്ത് ചെയ്യണം? ഉറച്ച ഒരു സമീപനം സ്വീകരിക്കണം. വദ്ദൂ ലൗ തക്ഫുറൂന കമാ കഫറൂ ഫതകൂനൂന സവാ. അങ്ങനെ നിങ്ങൾ ഒരേപോലെയായിത്തീരണം. അവരെ പോലെ നിങ്ങളും ആകുക എന്ന് പറഞ്ഞാൽ എന്തായി? നിങ്ങൾ പിന്നെ വ്യത്യാസമൊന്നുമില്ല എന്നാണ് ആരാഗ്രഹിക്കുന്നത്? ആ കപട വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ ഏത് കാലത്തും ഉണ്ടാവും. അപ്പോൾ നബിൻ്റെ കാലത്താണ് കപട വിശ്വാസികൾ, മുനാഫിക്കീങ്ങൾ. നബിൻ്റെ കാലത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിം സമൂഹവും അവരെ കൊണ്ട് ബുദ്ധിമുട്ടിയ സന്ദർഭത്തിലാണ് ഒരു നിർണായക ഘട്ടത്തിൽ ആരാണ് അവർന്ന് വഹീ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തത്. ഈ കാലത്ത് വഹിയുണ്ടോ? വഹിയില്ലല്ലോ. ഇത് ആരാണെന്ന് നമുക്കറിയോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കപടന്മാരായ ആളുകൾ എന്ന് മുസ്ലിം സമൂഹത്തിലുണ്ടാകും. അവർ ഈ ഉമ്മത്തിന് ദോഷം ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇസ്ലാമിന് അവർ ദോഷം വരുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ റസൂലുള്ള പറഞ്ഞു തന്നത് പോലെ അടയാളങ്ങൾ ചിലത് പറഞ്ഞു തന്നു അല്ലേ? അപ്പോൾ അത് നമ്മൾ കരുതേണ്ടതാണ്. ആ അടയാളങ്ങൾ വരിക എന്നുള്ളത് നമ്മുടെ ഈമാനിന് ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ്. കപട വിശ്വാസികളുടെ അടയാളങ്ങളായി ആയത്തുൽ മുനാഫിഖ് സലാസ് പറഞ്ഞു, അർബഅ പറഞ്ഞു. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ എന്ത് ചെയ്യുക? കളവ് പറയും. സംസാരത്തിൽ സത്യസന്ധത പുലർത്തുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സംസ്കാരമാണ്. നുണ പറയാതിരിക്കുക, കളവ് പറയാതിരിക്കുക. ഇദാ ഹദ്ദ, ഒന്നാമത്തേതാണ് ഇദാ ഹദ്ദസ കദബ. മനുഷ്യൻ്റെ വാക്കിൻ്റെ വില ഉണ്ടല്ലോ, അതൊരു വലിയ വിലയാണ്. അതുള്ളവനെന്തായി? എന്തുണ്ടായി? കപടവിശ്വാസത്തിൻ്റെ അടയാളാണെന്നാണ്. വൈദാ വഅദ അഖ്ലഫ, എന്തെങ്കിലും കാര്യത്തിൽ കരാറോ വാഗ്ദാനോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ലംഘിക്കുക. അതും കരുതേണ്ട ഒരു സംഗതിയാണ്. വാഗ്ദത്ത ലംഘനം, കരാർ ലംഘനം, ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ഒക്കെ. വലിയ വലിയ കരാറുകളൊന്നുമല്ല കരാർ, ചെറിയ അതല്ലേ ഇപ്പോൾ ലംഘിക്കാതിരിക്കും. ചെറിയ ചെറിയ സംഗതി അതൊക്കെ ലംഘിക്കാതില്ല ആ മനോഗതി ഉണ്ടാകാൻ പാടില്ല. വൈദാ വഅദ അഖ്ലഫ വഇദ ഉതുമിന ഖാന, വിശ്വസിച്ചൊരാളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിൽ വഞ്ചന നടത്തുക, ചതിക്കുക. അത് വിശ്വസിച്ചെന്ത് ഒരു വസ്തു ഏൽപ്പിക്കുകയാണെങ്കിലും വസ്തുതയായി എന്തെങ്കിലും ഒരു വാക്കോ അതേപോലെ തന്നെ ഒരു കാര്യമോ അറിയിച്ച് അത് പിന്നെ എന്ത് ചെയ്യുക? അയാൾ പറഞ്ഞതിനെതിരായി അത് പരസ്യപ്പെടുത്തുകയോ അതേപോലെ തന്നെ അതാകെ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതൊക്കെ ഇതിൽപ്പെട്ടാണ് വിശ്വാസവഞ്ചന എന്നുള്ളത്. ഇതുണ്ടെങ്കിൽ അവൻ ആരാണ്? കപട വിശ്വാസിയാണ്. അപ്പോൾ ഈ ബിസിനസ്സിലൊക്കെ നടക്കും അല്ലേ? ബിസിനസ്സിൽ പാർട്ട്ണർമാരുണ്ടാകും അല്ലേ? കൂട്ടുകച്ചവടം, തിജാറൽ മുഷാറക്ക, ഇസ്ലാം അനുവദിച്ചൊരു സംഗതിയാണ്. കൂട്ടുകച്ചവടക്കാരായതിൽ സമ്പത്ത് മാത്രം മുടക്കി പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാകും. സമ്പത്ത് മുടക്കുന്നതോടൊപ്പം തന്നെ ശരീരം കൊണ്ടും ഒക്കെ അധ്വാനം ചെയ്തുകൊണ്ടും അതിൽ പാർട്ട്നേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ടാകും. സൈലൻറ്റ് പാർട്ട്നേഴ്സ് ഉണ്ടാവും അല്ലേ? സൈലൻറ്റ് തന്നെയല്ലേ പറയാം. സ്ലീപ്പിംഗ്, അതെ, സ്ലീപ്പിംഗ്. ഒരു ഉറങ്ങല്ല ശരിക്ക്, മറ്റൊരു വിചാരിക്കും ഒരു ഉറങ്ങണ സഹകാരികളാണ്. അത് പറയും എങ്ങനെ ഇതിൽ. അപ്പോൾ ബിസിനസ് ഇങ്ങനെ പച്ച പിടിച്ച് വരികയാണെങ്കിൽ അതിൻ്റെ ലാഭവീതമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടാകും. പിന്നെ ഇയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇത് നമ്മളിത് സ്വന്തമാക്കണം. അപ്പോൾ പാർട്ട്നേഴ്സിനൊക്കെ എന്ത് ചെയ്യുക? അവരൊക്കെ ഇങ്ങനെ പിരിച്ചു വിടുന്ന ഒരു പരിപാടി. അതൊക്കെ നേരത്തെ തന്നെ കരാറുകൾ എഴുതി വെക്കണം. അപ്പോൾ അതിൽ മുതൽ മുടക്കി. അപ്പോൾ പഠിച്ചോന്ന് ഈ കച്ചവടത്തിലും ബിസിനസ്സിലും ബർക്കത്ത് കൊടുക്കണത് എല്ലാവർക്കും ഇല്ല ബർക്കത്ത് തന്നെയല്ലേ? കൂട്ടുകച്ചവടക്കാരാണെന്ന് പറയുമ്പോൾ അതിൽ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് അവർക്ക് കൊടുക്കണം. അല്ലാത്തവർക്കോ അവർ ചെയ്യുന്നതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് അവർക്ക് കൊടുക്കണം. അതിലൊന്നും ചതിയും വഞ്ചനയും ഉണ്ടാകും. എത്രയോ കേസുകൾ അങ്ങനെ ഉണ്ട്. കച്ചവടമൊക്കെ ഒരു വലിയൊരു സ്ഥാപനമായി എസ്റ്റാബ്ലിഷ്ഡായി അങ്ങനെ സംഗതികൾ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ അതിലെ പാർട്ട്ണർമാരെന്ത് ചെയ്യുക? നീ പോയിക്കോ, ഓരോരുത്തരും പിരിച്ചുകൊണ്ട്. ആ വിശ്വാസവഞ്ചനയാണ്. കാരണം നിങ്ങൾ ഈ ബിസിനസ്
എത്ര കാലം നിലനിൽക്കുമോ അത്ര കാലം നിങ്ങൾ നമ്മുടെ കൂട്ടുകച്ചവടക്കാരാണ് എന്ന രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അതിൽ കച്ചവടത്തിൽ പൊളിവുണ്ടായി എന്ന് വിചാരിച്ചോളൂ, നഷ്ടമുണ്ടായി, എന്നാൽ അതിലും തുല്യ പങ്കാളികളെല്ലാവരും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വൈദ വാഴ അഖിലഫ് വൈദ ഉത്തുമിന ഖാന. മൂന്നാമത്തെ. നാലാമത്തെ എന്താണെന്നോ? വൈദ ഖാസമ ഫജറ. പരസ്പരം പിണങ്ങിയാൽ പിന്നെന്ത് ചെയ്യാം? പിന്നെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും. പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഭാണ്ഡങ്ങളുടെയും കെട്ടഴിച്ച് എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും പുലഭ്യവും അസഭ്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കപടവിശ്വാസികളുടെ ലക്ഷണമാണെന്നാണ്. ലക്ഷണങ്ങളാണ്. നമുക്കിപ്പോൾ വേറെ എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അത് ഉണ്ടാകാൻ പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കൂ, മിനൽ അശറത്തിൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ പ്രവാചകന്റെ അനുചരൻ സഹാബി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പോലും തൻ്റെ കൂട്ടുകാരനായ ഹുദൈഫയോട് പറഞ്ഞിരുന്നു, യാ ഹബീബി ഹുദൈഫ ഹൽ തറാ ഫിയ മിൻ ആസാരി നിഫാഖ്. കാപ്പട്യത്തിൻ്റെ വല്ല അടയാളങ്ങളും നിങ്ങൾ എന്നിൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഉണ്ടെങ്കിൽ എന്താണ്? അത് തിരുത്താൻ വേണ്ടിയാണ്. എന്താ ഹുദൈഫയോട് ചോദിക്കാൻ കാരണം എന്താണ്? ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കപടവിശ്വാസികളുടെ പേര് സ്വകാര്യമായി പറഞ്ഞു കൊടുത്തിരുന്നത്. പബ്ലിഷ് ചെയ്യാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. മറ്റേ റസൂല് മസ്ജിദുൻ നബവിയിൽ ചെന്നിട്ട് പേര് ലിസ്റ്റ് ഇങ്ങനെ വായിക്കാണ്, ഫുലാനുൻ മുനാഫിഖ്, ഫുലാനുൻ മുനാഫിഖ് എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ മുനാഫിക്കുകളായി പ്രഖ്യാപിച്ചു. ഇനി കുറച്ചും കൂടി ഉണ്ട്, അപ്രഖ്യാപിതരാണ് അവർ. ഇപ്പം അത് പറയണില്ല. സന്ദർഭം വന്നാൽ എന്ത് ചെയ്യും? അറിയും. അത് ആരൊക്കെയാണെന്ന് ആർക്ക് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ? ഹുദൈഫ റളിയല്ലാഹു അൻഹു മാത്രമേ റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആരോടും പറയണ്ട. പ്രവാചകന്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരൻ എന്നാണ് ആ സഹാബിയെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മരണം വരെ ആരോടും അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. റസൂൽ സിറാക്കി വച്ചത് അദ്ദേഹം സിറാക്കി തന്നെ വെച്ചു. പറയരുത് എന്ന് പറഞ്ഞാൽ റസൂല് പറഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. റസൂല് മരിച്ചു പോയാൽ ഈ റസൂല് പറയും. അതുകൊണ്ട് ആ പേര് അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? ഔട്ടാക്കിയിരുന്നില്ല. അത് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ അടയാളത്തിൽപ്പെടും. വിശ്വാസവഞ്ചനയാവില്ലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ പ്രവാചകന്റെ അനുചരനോടാണ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ നിഫാഖിൻ്റെ വല്ല അടയാളങ്ങൾ കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ അടയാളങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തിരുത്തണം. വദ്ദു, അവർ കൊതിക്കുന്നത് ലൗ തക്ഫുറൂൻ, നിങ്ങൾ കൂടി അവിശ്വസിച്ചിട്ട്, കമാ കഫറു, അവർ അവിശ്വസിച്ചതുപോലെ, ഫതകൂനൂന സവാ, അങ്ങനെ നിങ്ങൾ അവരെ പോലെ തുല്യന്മാരായി തീരണമെന്നാണ് അവർ കൊതിക്കുന്നത്. ഫലാ തത്തഖിദൂ മിൻഹും ഔലിയാ, അല്ലാഹുവിൻ്റെ നിർദ്ദേശമാണ്. അത്തരക്കാരായ ആളുകളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഉറ്റ മിത്രങ്ങളെ സ്വീകരിക്കാൻ പാടില്ല. ഫലാ തത്തഖിദൂ മിൻഹും ഔലിയാ. അപ്പോൾ നമ്മുടെ ആത്മമിത്രങ്ങൾ ആരാണെന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ കൂട്ടുകൂടുന്ന കൂട്ടുകാരാരൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം എന്നതാണ്. അത്തരം നിലപാടെടുക്കുന്ന കപടന്മാരെ ഒരിക്കലും നിങ്ങൾ കൂട്ടുകാരായി സ്വീകരിക്കാൻ പാടില്ല. ഇനി അവരിൽ നിന്ന് നിങ്ങൾ കൂട്ടുകാരെ സ്വീകരിക്കണമെങ്കിൽ അവർ ഈമാൻ വ്യക്തമാക്കുന്ന ഹിജ്റ നടത്തണം. അതാ ഹത്താ യുഹാജിറൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ഹിജ്റ പോകുന്നത് വരെ അത്തരക്കാരായ ആളുകളെ നിങ്ങൾ ഒരിക്കലും ആത്മമിത്രങ്ങളായി അവരിൽ നിന്ന് ആരെയും തന്നെ സ്വീകരിക്കരുത്. അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ നാട് വിട്ടു വരട്ടെ. അവർ ഹിജ്റ മറ്റു വിശ്വാസികളൊക്കെ ചെയ്തതുപോലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരട്ടെ. ദാറുൽ ഹർബിൽ നിന്ന് ദാറുൽ ഇസ്ലാമിലേക്ക് അവർ വരട്ടെ. അങ്ങനെയാണെങ്കിലാകാം. എന്നാൽ അവർ അതിന് സന്നദ്ധരാകാതെ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഖുദൂഹും, നിങ്ങൾ അവരെ പിടികൂടണം. ഫഖുദൂഹും, നിങ്ങൾ അവരെ
പിടികൂടണം. പിന്നെന്ത് ചെയ്യണം? വഖ്തുലൂഹും ഹൈസു വജത്തുമൂഹും, നിങ്ങൾ അവരെ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അവിടെ വെച്ച് നിങ്ങൾ അവരെ വധിച്ചു കളയുകയും ചെയ്യണം. കാരണം അവർ മുസ്ലിം സമൂഹത്തിന് അപകടകാരികളാണ്, അപകടം വരുത്തുന്ന ആളുകളാണ് എന്നതുകൊണ്ടാണ്. മദീനക്ക് പുറത്ത് മുസ്ലിങ്ങൾക്കെതിരിൽ, ഇസ്ലാമിനെതിരിൽ അവർ ഇതുപോലെയുള്ള ശത്രുക്കളുമായി സഹകരിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾ നടത്തി അവരുടെ കൂടെ തന്നെ കൂടി നിങ്ങളും അങ്ങോട്ട് ചെന്ന് അവരെ പോലെ ആകണമെന്ന ആഗ്രഹമാണ് അവർ വെച്ചു പുലർത്തുന്നതെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യേണ്ടത് ഇല്ല, അവർ നിങ്ങൾ വെച്ചേക്കേണ്ടതില്ല. അവർ നിങ്ങൾക്ക് ഉപദ്രവം വരുത്തുക തന്നെ ചെയ്യും. ഇതാ ഖദർത്തും അലൈഹിം വഖ്തുലൂഹും ഐനമാ വജത്തുമൂഹും, അത് ഫിൽ ഹില്ലി വൽ ഹറം, എവിടെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താണ്? ഹറമിലാണെങ്കിലും ഹില്ലിലാണെങ്കിലും വലാ തത്തഖിദൂ മിൻഹും വലിയൻ, അവരിൽ നിന്നൊരു സഹായിയെയോ ഒരു മിത്രത്തെയോ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ ഈ ആയത്തിൻ്റെ അടുത്തിട്ട് അവിശ്വാസികളായ ആൾക്കാരെ എവിടെ കണ്ടാലും എന്ത് ചെയ്യണം? കൊല്ലണം. ഈ സന്ദർഭം ഇപ്പം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇതാരെക്കുറിച്ചൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? പിടികൂടി അവരെ വധിച്ചു കളയേണ്ടത് ആരെന്ന്? എല്ലാ ആളുകളെയും കാണുന്നിടത്തൊക്കെ കൊല്ലണം എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം എന്ന് ഈ ഒരു സംഗതി മാത്രം, ഈ ഒരു ഭാഗം മാത്രം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആയത്ത് ഏതൊരു സാഹചര്യത്തിൽ ഇറങ്ങിയതാണെന്നും ആരെപ്പറ്റി ഇറങ്ങിയതാണെന്നും എന്ത് നിലപാടുകളാണ് ഇതിൽ മുസ്ലിം സമൂഹം എടുക്കേണ്ടതെന്നുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിശദീകരണമാണ് അതിന് നമ്മൾ നൽകേണ്ടത് ശത്രുക്കളോട്. ശരിക്കും ഇസ്ലാം പറഞ്ഞ മനുഷ്യന്മാരെ കൊല്ലേണ്ട മതമല്ല, ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. ഇസ്ലാം ശാന്തിയുമാണ് ആഗ്രഹിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സമർപ്പണം, ശാന്തമായ ജീവിതം അല്ലാഹുവിന് സമർപ്പിക്കാൻ. ഒരാളെ കൊല്ലാൻ ഇനി നമ്മൾ വരുന്നുണ്ട്, തുടർന്ന് വരുന്ന ആയത്തുകളൊക്കെ ആ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. സൂറ മാഇദയിലെ 32-ാമത്തെ ആയത്ത്, അതിൽ അള്ളാഹു പറയുന്നുണ്ട്, ബനി ഇസ്രായേലിയർക്ക് നിയമമാക്കിയ ഒരു കാര്യം, മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീല അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, ആരെങ്കിലും ഒരു വ്യക്തിയെ വധിച്ചു കളഞ്ഞാൽ, ബിഗൈരി നഫ്സിൻ, ഒരാളെ കൊന്നതിന് പകരമായിട്ടല്ലാതെ, കേട്ടോ, ഒരാളെ അന്യായമായി വധിച്ചു കളഞ്ഞാൽ അവനുള്ള ശിക്ഷ ഇസ്ലാം പറയുന്നത് എന്താ? ജയിലിലിടുക, ജീവപര്യന്ത തടവ, അതൊന്നുമല്ല. ഇസ്ലാമികമായ ശിക്ഷ കൊന്നാൽ അങ്ങോട്ട് അയാളെ വധിച്ചു കളയുക എന്നുള്ളതാണ്. അങ്ങനെയല്ലാതെ, അതാണ് ബിഗൈരി നഫ്സ് എന്ന് പറഞ്ഞത്. അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ നടക്കുന്ന ഒരാളെ അതിനുണ്ട് കയറൂരി വിടുക എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ നിലപാട്. അവനെ പിടിച്ചു കെട്ടുക. കാരണം കുഴപ്പമുണ്ടാക്കാൻ നടക്കുന്ന ആൾ മുഖേന എത്രയോ ആളുകളെ അവന് വധിക്കും, ജീവഹാനി സംഭവിക്കും, കുറേ നിരപരാധികളായ ആളുകൾ. അവരെ പിടിച്ചിട്ട് അവൻ്റെ കഥ കഴിക്കുക എന്നുള്ളതാണ്. അതാണ് ഫസാദും ഫിൽ അർദ് എന്ന് പറഞ്ഞത്. അങ്ങനെയല്ലാതെ നിരപരാധികളായ ഏതെങ്കിലും വ്യക്തിയെ ആരെങ്കിലും അന്യായമായി കൊലപ്പെടുത്തുകയാണെങ്കിൽ അവൻ ആരെപ്പോലെ എന്നാ ഖുർആൻ പറഞ്ഞത്? ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ഈ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവൻ്റെ അവസ്ഥയാണ് അവന്. അത്രമേൽ ഗുരുതരമായ പാപമാണ്. ഇനി വമൻ അഹ്യാഹ, ഏതെങ്കിലും ഒരു മനുഷ്യന് ജീവൻ നൽകാൻ നമുക്ക് കഴിയും. ജീവൻ നൽകുന്നവൻ ആരാണ്? പഠിച്ചവനാണ്. എന്നാൽ മരണമുഖത്ത് നിന്നൊരാളെ രക്ഷിക്കാൻ നമുക്ക് കഴിയും, അല്ലേ? മരണമുഖത്ത് നിന്നൊരാളെ രക്ഷപ്പെടുത്താൻ, അതാണ് വമൻ അഹ്യാഹ എന്നാണ്. മരണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ ആരെങ്കിലും രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, എല്ലാ മനുഷ്യരെയും ജീവിപ്പിച്ചവനെ പോലെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം?
മരണാസന്നനായ ഒരു വ്യക്തിയെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതി കൊണ്ട്, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ വൈദഗ്ധ്യം കൊണ്ട് ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അയാളുടെ മാത്രം കഴിവല്ല, ആരും കൂടി വിചാരിക്കണം, ആത്യന്തികമായി എല്ലാം അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടിയാണ് നടക്കുന്നത്. വേറെ നിലക്കും അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാറുണ്ട് അല്ലേ? ഒരാൾ മുങ്ങി താഴെയാണ് വെള്ളത്തിലെന്ന് വിചാരിച്ചോളൂ, പുഴയിലോ അവിടെ നിന്നൊക്കെ എടുത്ത് ചാടിയിട്ട് എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും മനുഷ്യന്മാർ. അത് സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ടായിരിക്കും മറ്റുള്ള ആൾക്കാരെ രക്ഷിക്കുന്നത്. അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ച് മറ്റ് മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്നാണ്. അപ്പോൾ അതാണ് ശരിക്കും ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള വീക്ഷണം. അല്ലാതെ നിരപരാധികളായ ആളുകളെ വെടിയുതിർത്ത് കൊല്ലുക, ഇപ്പോൾ ഇവിടെ കശ്മീരിൽ ഇവിടെ പഹൽഗാമിലൊക്കെ ചെയ്തതുപോലെ, അതൊന്നും ഇസ്ലാമിൻ്റെ പേരിലോ ഇസ്ലാമിൻ്റെ പറ്റിലോ രേഖപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ഓതി നോക്കൂ, ഈ ആയത്ത് ക്ലിയർ അല്ലേ? ആ ഭാഗം فما لكم في المنافقين فئتين والله أركسهم بما كسبوا أتريدون أن تهدوا من أضل الله ومن يضلل الله فلن تجد له سبيلا ودوا لو تكفرون كما كفروا فتكونون سواء فلا تتخذوا منهم أولياء حتى يهاجروا في سبيل الله فإن تولوا فخذوهم واقتلوهم حيث وجدتموهم ولا تتخذوا منهم وليا ولا نصيرا. ഇനി ഇതിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കുന്നുണ്ട് ചില ആളുകളെ. ഇങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്നും കൂടി പറയുന്നു. ഇല്ലല്ലദീന യസിലൂന ഇലാ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ്. എന്നാൽ കൊല്ലാതെ വധിക്കാതെ നിങ്ങൾ ഒഴിവാക്കേണ്ട രണ്ട് വിഭാഗമുണ്ട്. അങ്ങനെ അവരോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ്. അപ്പോൾ നിങ്ങളുമായി സഖ്യത്തിൽ കഴിയുന്ന ജനവിഭാഗത്തോട്, അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഒഴികെയെന്നാണ്. ഇല്ലല്ലദീന യസിലൂന, ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഒഴികെ. വസല യസിലൂ പറഞ്ഞാൽ എന്താ? ചേർന്ന് നിന്നു. ഇല്ലല്ലദീന യസിലൂന, ആരോട്? ഇലാ ഖൗമിൻ, ഒരു ജനവിഭാഗത്തോട് ചേർന്ന് നിൽക്കണവർ. ആ ജനവിഭാഗത്തിൻ്റെ സവിശേഷത എന്താണ്? ബൈനകും വബൈനഹും മീസാഖ്, നിങ്ങൾക്കും അവർക്കും ഇടയിൽ എന്തുണ്ട്? സഖ്യമുണ്ട്. സഖ്യം എന്ന് പറയാൻ എന്താ? സമാധാനത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമോ സംഘട്ടനമോ ഇല്ലാതെ കഴിഞ്ഞുകൂടാനുള്ള ഒരു കരാറും സഖ്യത്തിലൊക്കെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ. അപ്പോൾ മുസ്ലിങ്ങളുമായി സഖ്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ. ഓല് ഹിജ്റ വന്നിട്ടില്ല, അവിടെ തന്നെ കഴിഞ്ഞുകൂടാണ്. അപ്പോൾ അവരോട് എന്ത് നിലപാട് സ്വീകരിക്കണം? മറ്റുള്ളവരോട് സ്വീകരിക്കുന്ന നിലപാടാണോ? അല്ല. അവരെ ഒഴികെ അവർ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വധത്തിൽ നിന്ന് നിങ്ങൾ അവരെ ഒഴിവാക്കണം. രണ്ടാമത്തെ ഒരു വിഭാഗം ഒഴിവാക്കേണ്ടത് ആരാണ്? ഔജാഊക്കും, എന്നാൽ അവർ വന്നിരിക്കുന്നു നിങ്ങളുടെ അരികിൽ. എങ്ങനെയാണ്? ഹസ്റത്ത് സുദൂറുഹും, അവരുടെ ഹൃദയങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുടെ അരികിലേക്ക് വന്നത്. അവരുടെ ഹൃദയങ്ങൾ, ഹസ്റത്ത് സുദൂറുഹും, അവരുടെ ഹൃദയങ്ങളിൽ മനക്ലേശമുണ്ടാകുന്നുണ്ട്, പ്രയാസമുണ്ടാകുന്നുണ്ട്. എന്തിന്? അയ്യുഖാതിലൂക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ. നിങ്ങളോട് യുദ്ധം ചെയ്യില്ല അവർ. അതിന് അവരുടെ മനസ്സിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് അവർ. അതേപോലെ തന്നെ ഔ യുഖാതിലൂ ഖൗമഹും, എന്നാൽ അവരിപ്പോൾ എവിടെയാണോ താമസിക്കുന്നത്, മക്കയിൽ താമസിക്കുന്നവരാണെങ്കിൽ ആ മക്കക്കാരോടും യുദ്ധം ചെയ്യാൻ അവർക്ക് മനപ്രയാസമുണ്ട്. നിങ്ങളോടും യുദ്ധം ചെയ്യാൻ മനപ്രയാസമുണ്ട്. അവർ കഴിഞ്ഞുകൂടുന്ന
ആ പ്രദേശത്തുകാരായ അവരുടെ ജനതയോടും യുദ്ധത്തിലേർപ്പെടാൻ അവർക്ക് പ്രയാസമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെയും നിങ്ങൾ എന്ത് ചെയ്യണ്ട. ഇപ്പം നോക്കൂ, നിങ്ങൾ ഇസ്ലാം കാണുന്നിടത്തൊക്കെ കൊല്ലണം എന്ന നിലപാടല്ല സ്വീകരിക്കേണ്ടത്. നേരെ മറിച്ച് എങ്ങനെ അതിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ കഴിയും എന്ന നിലപാട് തന്നെയാണ് ആര് സ്വീകരിക്കുന്നത്? ഇസ്ലാം സ്വീകരിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. എന്നിട്ട് പടച്ചോൻ പറയുന്നത് എന്താണ്? അങ്ങനെ പറയുന്നുണ്ട്, വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅ്തദൂ. സൂറ ബഖറയിൽ നമ്മൾ പഠിച്ചതാണ് 190-ാമത്തെ ആയത്തിൽ. യുദ്ധസന്ദർഭത്തിൽ പോലും പടച്ചോൻ പറയുന്നത് എന്താണ്? വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും. നിങ്ങളോട് യുദ്ധത്തിന് വരുന്ന ആളുകളോട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? യുദ്ധം ചെയ്താൽ മതി. ഇങ്ങോട്ടും ഇങ്ങനെ വരികയാണെങ്കിൽ അതിന് ആക്രമണം എന്നല്ല പറയാം, പിന്നെയോ പ്രത്യാക്രമണം, പ്രതിരോധം എന്നാണ് പറയാം. അവരോട് നിങ്ങൾ യുദ്ധം ചെയ്താൽ മതി. മാത്രമല്ല, അങ്ങനെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ തന്നെ വലാ തഅ്തദൂ, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അതിര് ലംഘിക്കാൻ പാടില്ല. പരിധി വിട്ട ആക്രമണങ്ങൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നടത്താൻ പാടില്ല. നീതിയോടുകൂടിയായിരുന്നു. അവിടെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുന്ന ആളുകളോട് പറഞ്ഞ എന്താണെന്നോ? നിങ്ങൾ ശത്രുക്കളുടെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? നശിപ്പിക്കാൻ പാടില്ല. കൃഷികളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? നശിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആരാധനാലയങ്ങളിൽ ധ്യാനിച്ചിരിക്കുന്ന ഭക്തരായ ആളുകളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. സ്ത്രീകളെയും കുട്ടികളൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല. നിരപരാധികളായ ആളുകളെ ഒന്നും ചെയ്യാൻ പാടില്ല. കർഷകരും കച്ചവടക്കാരുമായ സാധാരണക്കാരായ മനുഷ്യന്മാരുണ്ടാകും, അവരെ ചെയ്യാൻ പാടില്ല. പിന്നെ ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്ന ആളുകളോട് മാത്രം അങ്ങോട്ട് യുദ്ധം ചെയ്യുക എന്നതാണ്. അതവിടെ പറഞ്ഞത്, വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅ്തദൂ. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവർ ആയുധമില്ലാത്ത നിരായുധരായ ആളുകളോട് ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ്. ആയുധമല്ല ഒരാളുടെ കയ്യിൽ, അതിൽ പിന്നെ ഒന്നുമില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ കൊല്ലാൻ പാടുണ്ടോ? ഇല്ല. നിരായുധരോട് ഇനി അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട്. ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? അയാൾ പിന്നെ ഒരിക്കലും വധിക്കാൻ പാടില്ല. അതിപ്പോൾ ഈ പിന്നെ ആയുധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ എന്ന് കരുതി നമുക്ക് അയാളെ കൊല്ലാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. റസൂൽ അതിന് വിശദീകരണം നടത്തിയിട്ടുണ്ട്. അപ്പം അത്ര നീതിപൂർവകമായ സമീപനമാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് നോക്കൂ, വലൗ ശാ അല്ലാഹു ലസല്ലതഹും അലൈക്കും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മേൽ അവർക്ക് അവൻ ശക്തി നൽകുമായിരുന്നു. സല്ലത്ത യുസല്ലിത്തു എന്ന് പറഞ്ഞാൽ സുൽത്താൻ നൽകി. സുൽത്താൻ എന്താണ്? അധികാരം. സല്ലത്ത യുസല്ലിത്തു, അധികാരം നൽകി, ശക്തി നൽകി. അള്ളാഹും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർക്ക് ലസല്ലതഹും അലൈക്കും, നിങ്ങൾക്കെതിരിൽ അവൻ അവർക്ക് അധികാരം നൽകുമായിരുന്നു, ശക്തി നൽകുമായിരുന്നു. എന്തിന്? ഫലഖാതലൂക്കും, എന്നിട്ട് നിങ്ങളോടവർ യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുമായിരുന്നു. അതിന് വരുന്നുണ്ടോ അവര്? ഇല്ല. അങ്ങനെ ഒരു കഴിവും അധികാരം അവർക്ക് ലഭിച്ചിട്ടില്ല. അള്ളാഹ് ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നല്ലോ. ഫഇനതസലൂക്കും, ഇനി നിങ്ങളിൽ നിന്ന് യുദ്ധം ചെയ്യാതെ അവർ ഒഴിഞ്ഞു മാറുകയാണ് എങ്കിൽ, ഫഇനതസലൂക്കും ഫലം യുഖാതിലൂക്കും, നിങ്ങളോടവർ യുദ്ധത്തിന് വരുന്നില്ല, നിങ്ങളോടവർ യുദ്ധം ചെയ്യുന്നില്ല, നിങ്ങളിൽ നിന്ന് അവർ വിട്ടൊഴിഞ്ഞു നിൽക്കുകയാണ്. ഇഅ്തസല എന്ന് പറഞ്ഞാൽ എന്താ? വിട്ടൊഴിഞ്ഞു നിന്നു. ഫഇനതസലൂക്കും, അവർ നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഫലം യുഖാതിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധത്തിന് വരികയും ചെയ്യാതിരിക്കുകയാണെങ്കിൽ, മാത്രമല്ല വഅൽഖൗ ഇലൈക്കുമുസ്സലം, നിങ്ങളുടെ മുമ്പാകെ അവർ സമാധാന നിർദ്ദേശം, സമാധാന ഉടമ്പടി വെക്കുകയും ചെയ്യുന്നു. ഇല്ല, ഞങ്ങൾ എന്തിനില്ല?
യുദ്ധം ചെയ്യാനുള്ള ശക്തിയും അധികാരമൊക്കെ ഉണ്ടായിട്ടും നിങ്ങളോട് യുദ്ധം ചെയ്യാതെ നിങ്ങളോട് സമാധാന നിർദ്ദേശവുമായി ഉടമ്പടിക്ക് വരികയാണെങ്കിൽ അവരോട് ഫമാ ജഅലല്ലാഹു ലക്കും അലൈഹിം സബീലാ, അവർക്കെതിരെ യാതൊരു മാർഗവും, സബീൽ എന്ന് പറഞ്ഞാൽ എന്താ? മാർഗം. യാതൊരു മാർഗവും സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവാദം നൽകുന്നില്ല. അപ്പം ഇങ്ങോട്ട് സമാധാനത്തിന് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സമാധാന സന്ധിക്കും സഖ്യത്തിനും സന്നദ്ധരാകണം. അപ്പോൾ ഇസ്ലാം നോക്കൂ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനാണോ ഇസ്ലാം ആഗ്രഹിക്കുന്നത്? പ്രശ്നം തീർക്കാനാണ് ഇസ്ലാം. എവിടെയും സമാധാനത്തിൻ്റെ വഴിയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നിർദ്ദേശിച്ചത്. ഖുർആൻ്റെ ഓരോ ആയത്തുകൾ നിർദ്ദേശങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. എന്നിട്ടാണ് ഇത് ആളെ കൊല്ലണം അതാണെന്ന് പറയുന്നത്, വാളുകൊണ്ട് പ്രചരിപ്പിക്കണം അതാണ് എന്ന ദുഷ്പ്രചരണം ഇതിൻ്റെ പേരിൽ നടത്തുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇത് പഠിക്കണം ശരിക്കും, എന്താ ഖുർആൻ പറയണ ഈ വിഷയത്തിൽ തന്നെ. അവരിങ്ങനെ ഈ ദുഷ്പ്രചരണങ്ങൾ, ഈ ആയത്തിൻ്റെ ബാല് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ട് കണ്ടെടുത്ത് നിന്ന് അവിശ്വാസികളെ കൊല്ലണമെന്ന് പറയുന്ന മതമാണ് എന്നുള്ള ദുഷ്പ്രചരണം ഇസ്ലാമിനെതിരെ നടത്തുമ്പോൾ, അല്ല മക്കളെ, ഇത് ദൈവിക മതമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അത് ആരെ പറ്റിയാണ് ഖുർആൻ ഈ പറയുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ പഠിച്ചിട്ട് നമ്മളാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്, ഖുർആൻ്റെ വാഹകരായ നമ്മൾ. ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുക? ശരിക്കൊന്നും കൂടി വായിച്ച് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനത്തെ ആയത്ത് ഒന്നും കൂടി ഊതി നോക്കുക. വലൗ ശാഅ അല്ലാഹു ലസല്ലതഹും അലൈക്കും ഫലഖാതലൂക്കും فإن اعتزلوكم فلم يقاتلوكم وألقوا إليكم السلم فما جعل الله لكم عليهم سبيلا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.